good morning. Today we are going to Iceland from Farakka. It's almost around 115 kilometer, 115 kilometer. Actually, in between these two places, there is a Farakka bridge is there. So that was the biggest bridge, I think so. I took some videos, but suddenly some military people came and told me to delete that video. I deleted that video in front of them, and they have checked my recently deleted folder also. നമ്മുടെ യാത്രയുടെ 31ാമത്തെ ദിവസമാണ്. നമ്മളിതാ റായ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇസ്ലാംപൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ബ്ലോക്കാണ്. എന്താണെന്നറിയില്ല, ലോറികളൊക്കെ ഇങ്ങനെ കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കയറ്റി പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, എവിടെയാ പ്രോബ്ലം എന്നറിയില്ല. ഇവിടെ നിന്നാൽ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരും. എല്ലാവരും കയറ്റുന്നുണ്ട്, നമ്മളും കയറ്റുന്നുണ്ട്. നല്ല കോൾഡ് ഉണ്ട്. നമ്മുടെ കേരള രജിസ്ട്രേഷൻ ലോറിയൊന്നും എവിടെയും കാണുന്നില്ല. அப்படியா? ഓക്കെ. ലോറിക്കാർ സ്ഥലം കൊടുക്കാത്ത നോക്ക്, ഗ്യാപ്പ് കൊടുക്കുന്നില്ല കയറ്റാൻ. सिंगापुर जा रहा है? साइकिल लेके कहाँ से आ रहा है? केरला से. केरला. थैंक्स. Excuse me. ലോറിക്കാരൊക്കെ ഫുൾ കലിപ്പില്ല. ആരും സൈഡ് കൊടുക്കുന്നില്ല, ഒക്കെ കുത്തിക്കയറ്റുക. നമുക്ക് പിന്നെ സൈഡ് വേണ്ടല്ലോ, നമ്മൾ എടുത്തങ്ങോട്ട് കൊണ്ടുവെക്കൂലേ. Actually, this is a 90-kilometer journey, but we are taking too much time because of in highway there was a heavy accident. 3 trucks were in accident, so it's a heavy traffic jam. Around 8-9 kilometer truck line is there. Only two-way road is there, so it is very difficult to cross the
tracks. So we are taking a shortcut. This is 10 kilometers less than highway. So we are going through the shortcuts. This road also very good. Not like highway, it's like a state highway. Yeah, I'll show you one thing. Here people are traveling like this. All ladies and this transportation. This is the mode of transportation here. Because of actually it's very difficult to talk. I have called also. ഹലോ, ഇന്ന് നമ്മുടെ യാത്രയുടെ 31ാമത്തെ ദിവസമാണ്. നല്ല അടിപൊളി സ്ഥലം, ഭയങ്കര കാറ്റ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. നല്ല രസമുണ്ട്. നമ്മൾ ഹൈവേയിലൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് കാരണം ഭയങ്കര ട്രാഫിക് ജാം. അപ്പം ഒരു 8-9 കിലോമീറ്ററോളം ട്രാഫിക് ജാം. അപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്തു. ഷോർട്ട് കട്ട് കുറച്ച് ദൂരം കുറവാണ്, പക്ഷെ റോഡ് കുറച്ച് മോശം. അപ്പോൾ നമ്മൾ ആ റൂട്ടിനാണ് വരുന്നത്. നാളെ നമ്മൾ നേപ്പാളിൽ എൻ്റർ ചെയ്യും. ഇന്നിപ്പം ഇസ്ലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് നല്ല കാറ്റ് കിട്ടിയാണ്ടിപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാൻ പറ്റും. അജിത്ത് അവിടെ ഇരിക്കുന്നു. നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. എയർ കണ്ടീഷൻ്റെ അടിയിൽ നിൽക്കുന്ന പോലെ കാറ്റുകൊണ്ട്. കണ്ടിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇസ്ലാംപൂരിലേക്ക് ഇവിടുന്ന് ഇനിയുണ്ട് 45 കിലോമീറ്ററോളം. പിന്നെ ഇവിടുന്ന് നേരെ കാണുന്നത് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡറാണ്. നേരെ അപ്പുറത്തേക്ക് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. ബോർഡറിന് നേരെ നാളെ നേപ്പാളിൽ എൻ്റർ ചെയ്യും. നല്ല അടിപൊളി മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ഒരു പ്രത്യേക സുഖം. ഞങ്ങളിപ്പോൾ ബംഗ്ലാദേശിൻ്റെ ബോർഡറിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ബംഗ്ലാദേശ് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്താണെന്നാണ് ഏകദേശം 4-5 കിലോമീറ്റർ ഉള്ളൂ ബോർഡറിലേക്ക്. ഇവിടേക്ക് വയലിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. എന്തായാലും വളരെ അടുത്താണ് ബംഗ്ലാദേശ്. പക്ഷെ നമ്മൾ ബംഗ്ലാദേശിൽ എൻ്റർ ചെയ്യുന്നില്ല. ഇന്നൊരു പണി കിട്ടി, പക്ഷേ പണിയെന്ന് പറയാനില്ല. നമ്മൾ ഷോർട്ട് കട്ട് എടുത്തിരുന്നല്ലോ. ഹൈവേയിലൂടെ പോയാൽ പോകുന്നതിൻ്റെ 10 കിലോമീറ്റർ കുറച്ചിട്ടുള്ളൊരു ഷോർട്ട് കട്ട് എടുത്ത്. പക്ഷെ ആ ഷോർട്ട് കട്ടിൽ നമുക്ക് വഴിതെറ്റി. നമ്മളിപ്പോൾ ഒരു 10-15 കിലോമീറ്റർ എക്സ്ട്രാ ഓടേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. എന്നാലും കുഴപ്പമില്ല. ഈ ഉൾനാടൊക്കെ ഒന്ന് കാണാൻ പറ്റില്ല. ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളും നമുക്കതല്ലേ വേണ്ടത് യാത്രയിലൂടെ. പക്ഷെ അധികം ഓടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം
നമ്മുടെ ഡെസ്റ്റിനേഷനിൽ 15 കിലോമീറ്റർ എക്സ്ട്രാ ഓടിച്ച് പോകണം. എന്താ വെള്ളം വാങ്ങിച്ച बोतल पानी चाहिए ठंडा पानी है.